കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ അങ്കിൾ? വീണ്ടും അങ്കിളാ? ഇദ്ദേഹം രാജശേഖരൻ. രാജശേഖരനോ? അതാരാ? ട്യൂഷൻ മാസ്റ്റർ ഭാവനെ. ആർക്കാ ട്യൂഷൻ? എനിക്ക് തന്നെ. ഇളയമ്മ, നിങ്ങൾക്ക് എന്തിനാ ട്യൂഷൻ? പിന്നല്ലാതെ ട്യൂഷൻ ആർക്കാണ്? കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി വന്ന ആളാ. ആരാ വരാൻ പറഞ്ഞേ? ഞാനാണ് ട്യൂഷൻ ടീച്ചറിനെ വേണമെന്ന് ആഡ് കൊടുത്തത്. വസു ഇവിടെ ഉള്ളപ്പോ വേറെ ഒരു ട്യൂഷൻ ടീച്ചർ എന്തിനാ? എന്താ എടുത്തി? വസു ഒരാൾ ഒറ്റയ്ക്ക് എത്ര ജോലിന്ന് വെച്ചാ? അതുകൊണ്ടാ ഇദ്ദേഹം വന്നത്. അതെയോ? കേട്ടിട്ടൊരു സുഖക്കുറവുണ്ടല്ലോ. ഇവരെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? വസുവിന് ജോലി ഉണ്ടെങ്കിൽ ട്യൂഷൻ ഞാൻ എടുക്കില്ലായിരുന്നോ? ഏട്ടൻ ഇവിടുന്ന് അതിനൊക്കെ സമയം കിട്ടുന്നേ. എന്നാ പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ എടുത്തി. നീ കുട്ടികൾക്ക് എന്ത് ട്യൂഷൻ എടുക്കാനാ? അഭിയല്ലേ ഇദ്ദേഹത്തെ വിളിച്ചത്. നീ എന്തിനാ ട്യൂഷൻ എടുക്കുന്നേ? അദ്ദേഹം തന്നെ പഠിപ്പിക്കും. ഇന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് ട്യൂഷൻ ടീച്ചർ വന്നോ? മാക്സിമം പെട്ടെന്ന് തന്നെ തന്റെ സ്ട്രെയിൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ പേരെന്താ? രാജ്. ഇദ്ദേഹത്തിന്റെ പേര് രാജശേഖരൻ എന്നാ. ഇവരെന്താ എന്നോട് ചോദിക്കുന്നതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെയാ താമസം? എന്റെ ഹൃദയത്തിലാ ഉള്ളത്. കൃഷ്ണനഗറിലാ മാഡം. രാവിലെയും വൈകുന്നേരങ്ങളിലായി 2 ക്ലാസ് എടുക്കണം. ഉറപ്പായിട്ട് സാർ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ വരാം. എന്തിനാ 2 തവണ വരുന്നേ? രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാലോ. ഒന്ന് മാറി നിൽക്കാമോ പ്ലീസ്? അത്രയും സമയമൊക്കെ ഇവിടെ നിന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ശ്രദ്ധിക്കണ്ടേ? അയ്യോ, ഇദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും ഉണ്ടോ? ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല സർ. എന്താ ഇത്? ഇതുവരെ കല്യാണം കഴിഞ്ഞതേ ഇല്ല. ഇത്രയും പ്രായമായിട്ടും എന്താ കല്യാണം കഴിക്കാത്തത്? എന്ത് ചോദ്യാ ഇത്? ഇദ്ദേഹം എനിക്ക് വേണ്ടിയല്ലേ കാത്തിരുന്നത്? അത് പിന്നെ എനിക്ക് ചൊവ്വാദോഷമുണ്ട്, അതുകൊണ്ടാ കല്യാണം നടക്കാത്ത. ഇദ്ദേഹത്തിനും ചൊവ്വാദോഷമുണ്ട്, എനിക്കും ചൊവ്വാദോഷമുണ്ട്. എന്താ പിന്നെ ഹാപ്പിയായിട്ട് കല്യാണം കഴിക്കാലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നേ? കുട്ടികളെ എല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ചാ പോരെ? ഏതുവരെ പഠിച്ചു? MSc സർ. സാർ ഇതിനു മുമ്പ് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരുപാട് സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട് സർ. കുട്ടികള് കുറച്ച് വികൃതികളാ, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഉറപ്പായിട്ട് സർ. കുട്ടികളുടെ പഠന കാര്യം എനിക്ക് വിട്ടേക്കോ. ഇവിടുത്തെ കാര്യം എനിക്കും വിട്ടേക്കൂ. അപ്പൊ ഇന്ന് തന്നെ ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചോളൂ. ഷുവർ സർ. ഉണ്ണി, അനു, കീർത്തി, അപ്പൊ ഇതാണ് നിങ്ങളുടെ പുതിയ ട്യൂഷൻ ടീച്ചർ. സാറിനൊന്ന് വിഷ് ചെയ്തേ. അങ്കിളെന്നെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചു. അപ്പൂപ്പാന്ന് വിളിക്കരുത്, സാറെന്ന് വിളിക്കണം. അപ്പൂപ്പൊന്ന് വിളിച്ചാലും കുഴപ്പമില്ല വസു. എന്താ ഈ ആന്റി ഓവർ ആക്ഷൻ കാണിക്കുന്നേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് മുകളിൽ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, അവിടെ താമസിച്ചോളൂ. അത് ഞങ്ങളുടെ കുട്ടികൾക്ക് മാഷ് എപ്പോഴും അടുത്തുണ്ടാവുമല്ലോ. അത് വേണ്ട, എനിക്ക് റൂമുണ്ട്, ഞാൻ അവിടെ തന്നെ താമസിച്ചോളാം. ടീച്ചർ, കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ പഠിപ്പിക്കണം. ഷുവർ സർ. ഓക്കെ.
അബി കുട്ടികൾക്ക് ട്യൂഷൻ മാസ്റ്ററെ വെച്ചതുകൊണ്ട് വസു ഇനി അബിയെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കണം. കുട്ടികളെ വരൂ 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 വരൂ. നടക്ക്. മാഷേ വരുന്നേ. നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടര്. ഓ ടെൻഷനാവുന്നേ? ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഓഫീസിൽ പോകുന്നേ, ഡെയിലി പോകുന്നല്ലേ, പിന്നെന്താ ഇങ്ങനെ? പറയുന്നേ എന്താ ഇങ്ങനെ? എന്തിനാ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? അതൊന്നുമില്ല, ദാഹം തോന്നി, അതുകൊണ്ടാ കുടിച്ചേ. രാവിലെ തന്നെ തനിക്ക് ഇത്രയും ദാഹോ? വെറുതെ.
സോറി. ഏട്ടന് വേദനിക്കുന്നുണ്ടോ? ഐ ആം ഓക്കെ. തനിക്ക് വേദനിക്കുന്നുണ്ടോ? തല മുട്ടിയാ പിന്നെ എങ്ങനെ വേദന എടുക്കാതിരിക്കും? ഉണ്ണി, നീ എപ്പോഴാ വന്നേ? നിങ്ങളുടെ തല മുട്ടിയപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ മുട്ടിയതല്ല ഉണ്ണി, നിന്റെ അമ്മയാ മുട്ടിയത്. ഇത് കൊള്ളാലോ. ഏട്ടൻ ഇങ്ങോട്ട് വന്ന് മുട്ടിയിട്ട് എന്നെ പറയാണോ? ആര് തല കൊണ്ട് മുട്ടിച്ചാലും ശരി, രണ്ടുപേരും ഒന്നും കൂടി തല മുട്ടിച്ചേ പറ്റൂ. അങ്ങനെ മുട്ടിച്ചില്ലെങ്കിൽ രണ്ടുപേർക്കും തലയിൽ കൊമ്പ് മുളയ്ക്കും. നിങ്ങൾ വീണ്ടും തല മുട്ടിച്ചേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. തലയിൽ കൊമ്പ് വന്ന അമ്മയെ കാണാൻ ഒരു ഭംഗിയും കാണില്ല. ഏട്ടന്റെ തലയിലും കൊമ്പ് മുളച്ചു നിന്നാ കാണാൻ അത്ര നല്ലതല്ല. അതുകൊണ്ടാ വീണ്ടും തല മുട്ടിക്കാനായിട്ട് ഞാനിപ്പോ പറഞ്ഞത്. ഒരു തവണ തല മുട്ടിയപ്പോ തന്നെ നന്നായിട്ട് വേദന എടുക്കുക. തലയിൽ കൊമ്പ് മുളച്ച ഇതിനേക്കാളും വലിയ വേദന ആയിരിക്കും. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. അച്ഛന് വിശ്വാസം ഉണ്ടോ? അല്ല, അത് പിന്നെ ഉണ്ണി, നിന്റെ അമ്മ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാനും വിശ്വസിക്കത്തില്ല. അപ്പൊ നിങ്ങൾ മുട്ടിക്കില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി മുട്ടിച്ചില്ലെങ്കിൽ കൊമ്പ് മുളയ്ക്കുന്നുള്ളത് സത്യവാ, കൂടെ വഴക്കം ഉണ്ടാവുന്ന. അങ്ങനെ ആര് പറഞ്ഞു? നാട്ടിലെ അമ്മമ്മ പറഞ്ഞു, ഇവിടുത്തെ അമ്മമ്മ അങ്ങനെ പറഞ്ഞു. കൊമ്പ് മുളച്ചാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വഴക്കുണ്ടായാലും എങ്ങനെയാ? അതുകൊണ്ടാ ഞാൻ വീണ്ടും മുട്ടിക്കാൻ പറഞ്ഞേ. ഇല്ല, നീ വെറുതെ കള്ളം പറയാ എന്നോട്. നിങ്ങളുടെ ഇഷ്ടം. വീണ്ടും നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടായാൽ പിന്നെ എന്നെ ഒന്നും പറയരുത്. എന്താടാ, പേടിപ്പിക്കാണോ എന്നെ? നീ എന്തിനാ ട്യൂഷൻ കളഞ്ഞിട്ട് റൂമിലേക്ക് വന്നത്? റൂമിൽ ഞാൻ എന്റെ ബുക്ക് മറന്നു വെച്ച് പോയി. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഗ്യാരണ്ടി ആയിട്ട് വഴക്കുണ്ടാവാൻ പോവാ. വേണമെങ്കിൽ ഒരു ബെറ്റ് കൂടി വെക്കാം. ആദ്യം നീ ഇവിടുന്ന് പൊയ്ക്കോ. പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടം. വഴക്കുണ്ടായ നിങ്ങൾക്കാ നഷ്ടം. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുവാണേ. ഒരു മിനിറ്റ്. എന്തു പറ്റി? ഏട്ടന്റെ കൂടെ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. താൻ എന്നോട് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? രണ്ടാമത്തെ തവണ തലയിൽ വീണ്ടും മുട്ടിയില്ലെങ്കിൽ നമുക്കിടയിൽ വഴക്കുണ്ടാവില്ലേ? തനിക്കതിൽ വിശ്വാസം ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഏട്ടനും വിശ്വാസം ഇല്ലേ? തനിക്കില്ലെങ്കിൽ പിന്നെ എനിക്കും വിശ്വാസമില്ല. എന്റെ കാര്യം നോക്കണ്ട, ഏട്ടനുണ്ടോ ഇല്ലെന്നാ ചോദിച്ചേ. ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അത് ഏട്ടൻ പറ. എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? പറയുന്നുണ്ടോ ഇല്ലയോ? മുഖമൊക്കെ വല്ലാതെ മാറുവാണല്ലോ. ഇങ്ങോട്ട് ചോദിക്കുന്നത് നിർത്തിയിട്ട് ഏട്ടൻ മറുപടി പറ. എന്റെ കൂടെ വഴക്കുണ്ടാക്കാൻ തന്നെ നിൽക്കുവാണോ? അതെ, ഏട്ടൻ എന്നോട് മറുപടി പറയാതെ ഞാൻ ഏട്ടനെ ഇവിടുന്ന് വിടില്ല. എനിക്ക് ഓഫീസിൽ പോണം. മറുപടി പറഞ്ഞിട്ട് ഏട്ടൻ പോയാ മതി. അയ്യോ, നമ്മള് രണ്ടുപേരും അറിയാതെ തന്നെ നമ്മൾ വഴക്കുണ്ടാക്കി. ഉണ്ണി പറഞ്ഞത് സത്യോ ആണല്ലേ? ഇതുകൊണ്ടാ രണ്ടുപേരും വീണ്ടും ഒന്നും കൂടി തല മുട്ടിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? കുട്ടികളും ദൈവവും ഒന്നാണെന്നല്ലേ പറയാറ്? ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നെന്ന് കേക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. ഉണ്ണി, ചഞ്ചലം തെന്നിപ്പോയി നീ ഇന്നെൻ കൈകളിൽ നിൻ പൊൻപാദുകം സിൻഡ്രല്ല നീ പോരുമോ? ചഞ്ചലം
ഏട്ടാ ഇതാ ചായ കുടിക്കും. അതെ ഏട്ടാ, ഏട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരണം. എന്ത് വേണമെന്ന് പറയുമോളെ? സിനിമയ്ക്ക് കൊണ്ടുപോകണോ, ഷോപ്പിങ്ങിന് കൊണ്ടുപോകണോ, അതോ പബ്ബിലേക്ക് കൊണ്ടുപോകണോ? എന്താ പബ്ബിൽ കൊണ്ടുപോകുന്നോ? ആ മുഖം ഒന്ന് കാണട്ടെ. അപ്പൊ നിന്നെ വിട്ടിട്ട് വേറെ ഗേൾഫ്രണ്ടിനെ കൊണ്ടുപോകാൻ പറയണോ? ആഹാ, അപ്പൊ ഏട്ടന് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ? ആഹാ, വൺസ് അപ്പോൺ എ ടൈമിലെ ഞാനൊരു കാസിനോവേ ആയിരുന്നു. അപ്പോഴൊക്കെ എന്നെ പെണ്ണുങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരുപാടുണ്ടായിരുന്നു. മതി സർ മതി. ഏട്ടന്റെ ഈ കഥകൾ കേട്ടോണ്ടിരിക്കാനുള്ള സമയം എനിക്ക് തീരെയില്ല. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ, അഭിയും വസുവിനെയും ഹണിമൂൺ അയക്കണമെന്ന് അമ്മയും അച്ഛനും തീരുമാനിച്ചിരിക്കുവാ. വാവ്, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. എന്നാ ഹണിമൂണിന് പോകാനായിട്ട് അഭിക്കും വസുവിനും താല്പര്യമില്ല. അതെന്തുണ്ടാ? എന്തെന്ന് വെച്ചാ, വസുവിന് കുട്ടികളുടെ കാര്യവും അഭിക്ക് ഓഫീസിലെ ജോലിയും തിരക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഹണിമൂണിന് പോകാനുള്ള സമയവും ഇല്ല, അതിന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞു. ശരിയാ ഭാവനെ, ഓഫീസിൽ അഭി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ വസു അങ്ങനെ തന്നെ ഏട്ടാ, സ്ട്രെസ്സോട് കൂടിയാ ജോലി ചെയ്യുന്നത്. രണ്ടുപേരും റിലാക്സ് ആവണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നാ നടക്കില്ല. അതുകൊണ്ട് അവര് പോയേ പറ്റൂ. നമ്മൾ രണ്ടുപേരും ഹണിമൂണിനൊക്കെ പോയതല്ലേ? ഇപ്പൊ എന്തിനാ പഴയ കഥയൊക്കെ പറയുന്നത് കേക്ക്. അതെന്താ, നിന്റെ സഹോദരൻ എന്റെ സഹോദരിയെ പറ്റി സംസാരിക്കൂ, നമ്മളെ പറ്റി സംസാരിക്കില്ലേ? എന്റെ ഏട്ടാ, സംസാരിച്ചു തുടങ്ങിയ ബന്ധമില്ലാത്ത കാര്യങ്ങളിലെത്തും. പറയുന്നൊന്ന് കേക്കോ? കല്യാണത്തിന് ശേഷം അഭിയും വസു ഇതുവരെ ഒന്നു ചേർന്നിട്ടില്ല. എന്തോന്നാ, ഇതുവരെ ഒന്നിച്ചില്ലെന്നോ? ഇങ്ങനെ ഒച്ചത്തി പറയാതെ. അവര് കുട്ടികൾക്ക് പാരന്റ്സ് ആയിട്ട് ഇരിക്കുന്നതല്ലാതെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരൊന്നു ചേർന്നില്ലെങ്കിൽ ദോഷമാണെന്ന് നാട്ടിലെ മുത്തശ്ശിയും പറഞ്ഞു, ഇവിടെ വന്ന് കൈനോട്ടക്കാരിയും പറഞ്ഞു. ഞാനും അത് തന്നെ പറയുന്നേ, എന്തായാലും അവർ രണ്ടുപേരും ഒന്നിക്കണം. ഒന്ന് ചേരണമെങ്കിൽ ഹണിമൂണിന് പോകണം ഏട്ടാ.